Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. Okay, നമ്മള് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്? ലോ ഓഫ് തോട്ട്സ് അല്ലേ? അതെ മാം. വായിച്ചു നോക്കിയിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ രണ്ട് സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞത് ജനറൽ ആക്ടുകൾ പഠിച്ചു, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ പഠിച്ചു അല്ലെ. ഇനി തേർഡ് ടൈപ്പ് ആണ്, തേർഡ് കാറ്റഗറി ആണ് ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ആ പേര് കേട്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ലോ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം നമുക്ക് ആ ലോവുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കുക. തോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ റോങ് അല്ലെങ്കിൽ ഒരു സിവിൽ തെറ്റാണ് തോട്ട് എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഹാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റോങ് ആക്ട് അല്ലെങ്കിൽ എന്താണ് ഒരു റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവർത്തനത്തെയാണ് നമ്മൾ തോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയോ? അപ്പൊ തോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിവിൽ തെറ്റാണ്, ഒരു സിവിൽ റോങ് ആണ് കേട്ടോ, ഒരു സിവിൽ തെറ്റാണ്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഹാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ലോസ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവർക്കെതിരെ ചെയ്യുന്ന എന്തെങ്കിലും റോങ്ഫുൾ ആക്ടുകൾ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ തോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയോ? ആ വേർഡിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ലോ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബോഡി ഓഫ് സിവിൽ ലോ ആണ്, കുറച്ച് ഒരു സിവിൽ ലോയുടെ ഒരു കൂട്ടമാണ്. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള തോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റോങ്ഫുൾ ആക്ടുകൾ ഒരു വ്യക്തിക്കെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു തെറ്റായ പ്രവർത്തനം അവർക്കെതിരെ നടന്നു, അവർക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ഹാമോ അല്ലെങ്കിൽ ലോസോ നഷ്ടമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു റെമഡി പോലെ പ്രവർത്തിക്കുന്ന കാര്യമാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നമുക്കെതിരെ ഒരു തെറ്റായിട്ടുള്ള ചിലപ്പോ എന്താണ് ഉപദ്രവം എന്ന രീതിയിൽ തന്നെ ആവണം എന്നില്ല കേട്ടോ. അപ്പൊ ഇതിൽ നമ്മുടെ ടോട്ടൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നുണ്ട്, നമ്മളെ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അപമാനിക്കുക. അപ്പൊ അത്തരത്തിലുള്ള അതെ എന്താണെങ്കിലും ഇത് വരും കേട്ടോ. അപ്പൊ ഒരുപാട് പറയാം. ഇപ്പൊ ഒരു വ്യക്തിക്കെതിരെ ഒരു തെറ്റായിട്ട് നമ്മളോട് തെറ്റായ രീതിയിൽ നമുക്കെതിരെ സംസാരിക്കുന്നതാവാം, അല്ല എങ്കിൽ നമ്മളെ ചിലപ്പോ ഇഞ്ചുറി പരിക്കുകൾ ഉണ്ടാക്കുന്നതാവാം, അല്ല എങ്കിൽ അപ്പൊ അങ്ങനെ എന്തുമാവാം കേട്ടോ. ഒരു വ്യക്തിക്ക് ഹാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും നമ്മൾ തോട്ട് എന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു വ്യക്തിക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് അതിനെതിരെ എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾക്കെതിരെ ഒരു ആള് നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ നമ്മളെ മാനസികമായിട്ട് ഭയങ്കര രീതിയിൽ നമുക്കെതിരെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അത് അങ്ങനെ സ്പ്രെഡ് ചെയ്യുകയും അങ്ങനെയുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെതിരെ എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം അല്ലെ, കേസ് ഫയൽ ചെയ്യാം അല്ലെ. അത് തന്നെയാണ് ഈ നിയമത്തിലും പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തില് റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം നമുക്കെതിരെ വന്നാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ള ഒരാൾ വഴി നമുക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടായാലോ, അല്ല എങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഡാമേജ് നാശനഷ്ടങ്ങളോ ലോസോ ഒക്കെ ഉണ്ടായാലോ നമുക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിക്കെതിരെ നമുക്ക് ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്താൽ ഈ നിയമത്തിന് കീഴിൽ നമുക്കൊരു റെമഡി അല്ലെങ്കിൽ ഒരു പരിഹാരം കിട്ടും. എന്തായിരിക്കും ആ പരിഹാരം? എന്തായിരിക്കും? ഇപ്പൊ നമുക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് എടുക്കാം, നമുക്ക് കേട്ടിട്ടില്ലേ അത്തരത്തിലുള്ള കേസുകളൊക്കെ? നമുക്ക് എന്തായിരിക്കും അതിനെതിരെ കിട്ടാം? ആ വ്യക്തിക്ക് ഈ ഒരു നിയമത്തിൽ സാധാരണയായിട്ട് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് മോണിറ്ററി കോമ്പൻസേഷൻ ആണ്. മനസ്സിലാവുന്നോ? അവർക്ക് ശിക്ഷ താങ്ങാം അല്ലെങ്കിൽ തടവ് കാര്യങ്ങളൊക്കെ കിട്ടാം, പക്ഷെ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് മോണിറ്ററി കോമ്പൻസേഷനുകളാണ്. അപ്പൊ ഇൻ ദ ഫോം ഓഫ് റെമഡി എന്തായിരിക്കും? മോണിറ്ററി കോമ്പൻസേഷൻസ് അല്ലെ. അതെ, നമുക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോമ്പൻസേഷൻ അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്ന തുക ചിലപ്പോൾ അവർ തരേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു റെമഡി അല്ലെങ്കിൽ പരിഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് ലോ ഓഫ് തോട്ട് എന്ന് പറയുന്നത്.
സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം അത് വായിക്കാനായിട്ട് ട്ടോ. അല്ലാതെ ആ ഒരു ടേം നമുക്ക് അത്ര പരിചയമില്ലാത്തതാണ് അല്ലെ. അല്ലെ, അധികം പരിചയമില്ലാത്ത ടേം അല്ലേ ടോട്ട് എന്ന് പറയുന്ന ഒരു ടേം. കേട്ടിട്ടുണ്ടോ എപ്പോഴും? കേട്ടിട്ടില്ല അല്ലെ. ആ ഒരു ടേം എന്ന് പറഞ്ഞ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു wrongful ആയിട്ടുള്ള ഒരു ആക്ടിനെയാണ്, ഒരു വ്യക്തിക്കെതിരെയുള്ള wrongful ആയിട്ടുള്ള ആക്ട്, അതിനെയാണ് നമ്മൾ ടോട്ട് എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഹാമോ ലോസോ ഉണ്ടാക്കുന്ന, മറ്റൊരു അനദർ പേഴ്സൺ ഒരു ഹാമോ ലോസോ ഉണ്ടാക്കുന്ന wrongful ആക്ടുകളെയാണ് നമ്മൾ ടോട്ടുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള റെമഡീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ലോ ഓഫ് ടോട്ട് എന്ന് പറയുന്നത്. ബോഡി ഷേമിംഗ് വരാം, അതല്ല ഇനിയിപ്പോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളോടുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളെ പലതിൽ നിന്നും ശരിയായ രീതിയിൽ കൺസേൺ വാങ്ങാതെ നമ്മളെ പലതിൽ നിന്നും ഒഴിവാക്കുന്നതാവാം, നമ്മുടെ പ്രൈവസിയിൽ കടന്നു കയറുന്നതാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറെ എക്സാമ്പിളുകളാണ് നമുക്ക് സാധാരണയായിട്ട് ഇവിടെ കൂടുതൽ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള എല്ലാം നമ്മുടെ ചോട്ടിൽ വരും. അപ്പൊ ഒരു സിവിൽ തെറ്റാണ് കേട്ടോ, സിവിൽ റോങ് ആണ് കേട്ടോ. അപ്പൊ അത് ഒരു ഐഡിയ കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയോ? എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പൊ വായിക്കാം. ഓക്കെ, ഓക്കെ. ലോ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ the word thought is derived from the Latin word tortus, which means twisted or crooked. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. The word thought, thought എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള തോട്ടസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഏത് വേർഡിൽ നിന്നുമാണ് വേർഡ് തോട്ട് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാ? തോട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് തോട്ട് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു തോട്ടസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അർത്ഥം എന്താണെന്നാണ് നോക്കുന്നത്. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക്ഡ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ചോദിക്കാറുണ്ട് ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക്ഡ് എന്ന് പറഞ്ഞാൽ, ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തിരിക്കുക അല്ലെങ്കിൽ വളച്ചൊടിക്കുക അല്ലെങ്കിൽ വളഞ്ഞ എന്നൊക്കെ രീതിയിലുള്ള ഒരു അർത്ഥമാണ് ഈ ടോട്ടസ് എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ വേർഡിന്റെ മീനിങ്. അപ്പൊ ആ ഒരു വേർഡിൽ നിന്നുമാണ്, അതായത് ആ ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോട്ടസ്, അതിന്റെ മീനിങ് എന്തൊക്കെയാണ്? ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക്ഡ്. രണ്ട് അർത്ഥം, ചിലപ്പോൾ രണ്ടെണ്ണോ ഓപ്ഷനിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം മാത്രം ഓപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അത് ഓപ്ഷൻസ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനേ. ചിലപ്പോൾ ബോത്ത് എ ആൻഡ് ബി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രണ്ട് വേർഡ്സ് മീനിങ്സ് കൂടി ഒരുമിച്ച് കൊടുത്തിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മീനിങ് മാത്രം ചോദിച്ചിട്ട് മറ്റു ഓപ്ഷൻസ് വേറെ ആയിരിക്കും, അത് സെലക്ട് ചെയ്യാനും ചോദിക്കാറുണ്ട്. അങ്ങനെയും ചോദിച്ചാൽ അപ്പൊ അത് ഓപ്ഷൻസ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക്ഡ് കേട്ടോ, വളഞ്ഞ അല്ലെങ്കിൽ വളച്ചൊടിച്ച എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഈ ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോട്ടസിന് വരുന്നത്. ആ ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോട്ടസിൽ നിന്നാണ് തോട്ട് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ തോട്ട് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി wrong, injury or damage is done to the person for which a civil suit can be brought. അതായത് ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളോ പ്രവർത്തനങ്ങളോ നടത്താം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ മറ്റൊരു വ്യക്തി മൂലം അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെതിരെ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണെന്നാണ് ഈ ഒരു ടോട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ടോട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എനി wrong, injury or damage is done to the person for which a civil suit can be brought. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെ തെറ്റായ രീതിയിലുള്ള പരാമർശങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തുക, അല്ലെങ്കിൽ അവർക്ക് പറ്റുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഒരു വ്യക്തി മൂലം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ആര് വഴിയാണോ അത് അവർക്ക് സംഭവിച്ചത്, ആ സംഭവിച്ച ആ കാര്യങ്ങൾക്കെതിരെ അവർക്കൊരു സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഇവിടെ വരെ നോക്കിയാണോ? ഇനി പറയണോ? അത് രണ്ടാം സെന്റൻസ് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ടോട്ടുകൾക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ആണ് ആക്ട് ഓഫ് wrongful commission, that is unnecessary operation. അതായത് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു വ്യക്തിക്കെതിരെയുള്ള wrongful ആയിട്ടുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായ പ്രവർത്തനങ്ങളാണ് അൺനെസസറി ഓപ്പറേഷൻസ്. അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിക്കെതിരെ
നടത്തുകയാണെങ്കിൽ അത് ടോക്കിൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ്. കുറെ എക്സാമ്പിളുകളോ ഹോസ്പിറ്റലുമായി കണക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, അൺനെസസറി ഓപ്പറേഷൻ, അതായത് തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിക്കെതിരെ നടത്തുക. രണ്ടാമത്തത് ആക്ട് ഓഫ് ഒമിഷൻ, ദാറ്റ് ഈസ് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. അതായത് ഇവിടെ ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ ഓട്ടോപ്സി പഠിച്ചില്ലേ? ഓട്ടോപ്സി എന്താണ്? ഓട്ടോപ്സി എന്ന് പറഞ്ഞ വേർഡ് പഠിച്ചിട്ടില്ലേ? പഠിച്ചില്ലേ? പോസ്റ്റ്മോർട്ടം അല്ലെ? അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോപ്സി. അപ്പൊ അത്തരത്തിലൊരു വ്യക്തി എന്താണ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ അതിന് അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ കൺസേൺ വേണ്ടേ? സമ്മതം വേണം അല്ലെ? അപ്പൊ അത്തരത്തില് അവരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സമ്മതം ഒന്നും കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ സമ്മതം വാങ്ങാതെയുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്യുക. അതായത് അത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ റിലേറ്റീവ്സിനെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. അപ്പൊ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ, ആക്ട് ഓഫ് ഒമിഷൻ, ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ കൺസേൺ ഇല്ലാതെ തന്നെ പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രവർത്തനങ്ങൾ സമ്മതമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ. മൂന്നാമത്തതാണ് നെഗ്ലിജൻസ്. എന്താണ് നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ? അശ്രദ്ധ അല്ലെ? The swab or instrument in abdomen. നിങ്ങൾ കേട്ടിട്ടില്ല? ഇപ്പൊ കുറെ അധികം വരുന്നുണ്ട്. ഇപ്പൊ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അബ്ഡോമൻ എന്താണ് ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് അവരുടെ വയറിലുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നു ചെന്ന് നോക്കുമ്പോഴായിരിക്കും അവരുടെ ഓപ്പറേഷൻ ചെയ്ത ഉള്ളില് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മറന്നു വെച്ചിട്ടുള്ളത് കേൾക്കാറില്ലേ? ഇപ്പൊ കുറെ അധികം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് ഇൻസിഡൻസ്. അത്തരത്തിലുള്ള അശ്രദ്ധകൾ, അതൊക്കെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ. അത്തരത്തിലുള്ള നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റിംഗ് അബ്ഡോമൻ. നാലാമത്തത് ഇന്റൻഷണൽ ഇന്റർഫറൻസ്, ദാറ്റ് ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്. മനഃപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തുക. അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മനഃപൂർവമായിട്ട് തന്നെ ഇടപെടൽ നടത്തി അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള അസ്വസ്ഥതകളിലേക്ക് അത് നയിക്കുക. അതാണ് ഇന്റൻഷണൽ ഇന്റർഫറൻസ്. അത് ഇന്റൻഷനലി, അതായത് മനഃപൂർവ്വമായിട്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അവരെ ഇടപെടുകയും അവർക്ക് അതുവഴി മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലേക്ക് നയിക്കുകയും ചെയ്യുക. Then next one ആണ് invasion of the right of privacy. എന്താ? അവരുടെ സ്വകാര്യതയിലേക്കുള്ള, സ്വകാര്യതയുടെ ആ ഒരു റൈറ്റ്, അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം. അത് തന്നെ ഇന്റൻഷൻ എന്താ? ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, അവരുടെ സ്വകാര്യതയുടെ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ. അടുത്തത് ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രട്ട്. എന്താണ് സീക്രസി? എന്താണ്? പ്രൊഫഷണൽ പരമായിട്ടുള്ള അവരുടെ ആ ഒരു പ്രൊഫഷണൽ സീക്രസി അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ പരമായിട്ടുള്ള അവരുടെ ആ ഒരു എന്താണ് സീക്രട്ടുകൾ അല്ലെ? നമുക്കറിയാം എന്തൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? സോ അത്തരത്തിലുള്ള അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു സീക്രസി അല്ലെങ്കിൽ രഹസ്യത്തിന്റെ ലംഘനം നടത്തുക, ബ്രീച്ച് ചെയ്യാന്ന് ലംഘനം, അത്തരത്തിലുള്ള ലംഘനങ്ങൾ നടത്തുക. ബാറ്ററി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബാറ്ററി എന്നാണ് സാധാരണയായിട്ട് അവർ ടേം യൂസ് ചെയ്യാറ്. സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് ദ പേഷ്യന്റ് കൺസേൺ. അതായത് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പേഷ്യൻസിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതെ അവരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുണ്ടാവാം. അതും ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി അവരിൽ നിന്ന് കൺസേൺ വാങ്ങുന്നു. പക്ഷെ അത് മാത്രമല്ല, അല്ലാതെ വേറെ ഏതെങ്കിലും അവരിൽ നിന്ന് സമ്മതം വാങ്ങാതെയുള്ള മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സർജൻ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് മെഡിക്കൽ ബാറ്ററി. ഇതൊരു ലീഗൽ ആൻഡ് എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് കേട്ടോ, ഒരു തെറ്റാണ്. മെഡിക്കൽ ബാറ്ററി എന്നാണ് ഈ ഒരു ടേമിന് യൂസ് ചെയ്യുന്നത്. അതായത് സർജൻ ആ ഒരു രോഗിയുടെ സമ്മത പരിധി കവിയുന്നു എന്നുള്ളതാണ്. അതായത് സമ്മത പരിധിയിൽ അല്ലാതെയുള്ള കൺസേൺ വാങ്ങുന്നതും കൂടാതെ ആ ഒരു സർജന് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യ പ്രകാരം മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ സർജറീസോ ആ ഒരു പേഷ്യന്റിൽ ചെയ്യുക. അതാണ് മെഡിക്കൽ ബാറ്ററി എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും എക്സാമ്പിളുകളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, അൺനെസസറി ഓപ്പറേഷൻ. അതായത് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിക്കെതിരെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക.
രണ്ടാമത്തത് ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അതായത് ഇപ്പോ ഓട്ടോപ്സി പോലെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് അവരുടെ സമ്മതം വാങ്ങാതെ അവരെ ഒഴിവാക്കുക. മൂന്നാമത്തത് നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. ഇപ്പൊ സ്വാബ് അല്ലെങ്കിൽ പഞ്ഞിയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ ഒക്കെ അവരുടെ അബ്ഡോമിനുള്ളിൽ വെച്ച് മറന്നു പോവാ, അശ്രദ്ധ മൂലമാണല്ലോ. അടുത്തത് ഇന്റൻഷണൽ ഇന്റർഫറൻസ് ദാറ്റ് ലീഡ് ടു മെന്റൽ ഓർ ഫിസിക്കൽ. ഈ ഒരു നെഗ്ലിജൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, നെഗ്ലിജൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാബ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ ഏത് ടൈപ്പ് ഓഫ് തോട്ടിൽ വരുന്നതാണ്? നെഗ്ലിജൻസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ ടോട്ടുകളാണ് കേട്ടോ, ഓരോ തെറ്റുകളാണ്. അടുത്തത് ഇന്റൻഷണൽ ഇന്റർഫറൻസ് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടൽ അല്ലെ, അതിലൂടെ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി എന്താ? അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അടുത്തത് ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സീക്രസി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഫഷണൽ പരമായ രഹസ്യങ്ങൾ ലംഘിക്കുക. അടുത്തത് മെഡിക്കൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസേൺ. പേഷ്യൻസിന്റെ സമ്മതം പരിധിയിൽ കവിഞ്ഞ് അതിൽ കൂടുതലായിട്ടുള്ള മറ്റു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ആ ഒരു സർജൻ അവരുടെ സമ്മതമില്ലാതെ കൂടിയും എന്ത് ചെയ്യുന്നു, പല പ്രൊസീജിയേഴ്സും നടത്തുന്നതിനെയാണ് മെഡിക്കൽ ബാറ്ററി എന്ന് പറയുന്നത്. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം ബാക്കി പറയാം കേട്ടോ. ഈ ആക്ടുകളൊക്കെ നിങ്ങൾ അന്ന് തന്നെ ഒന്ന് എടുക്കുന്ന ദിവസം തന്നെ ഒന്ന് വായിച്ചു വെക്കണേ, അല്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. സ്പീഡ് കൂടുതലാണോ? നമുക്ക് കുറയ്ക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? വായിച്ചു ക്ലിയർ അല്ലേ? അവിടെ വരെ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് മിസ്സലേനിയസ് ടോൾസ്. പിന്നെ ഇത്രയും നമ്മള് ടോട്ടുകള് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ. ഇത് കൂടാതെയുള്ള മറ്റ് പലവിധ ടോട്ടുകൾ അല്ലെങ്കിൽ പലവിധത്തിലുള്ള തെറ്റുകളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇപ്പൊ ന്യൂസെൻസുകൾ ഉണ്ടാക്കാം, ശല്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കുറച്ച് ടോട്ടുകളുടെ എക്സാമ്പിൾ ആ പറഞ്ഞിട്ടോ. അതല്ലാതെ പലതരത്തിലുള്ള ടോട്ടുകൾ വേറെയുണ്ട് അല്ലെ. ഇത്രയും മാത്രം തെറ്റുകളുള്ളോ ഒരു വ്യക്തിക്ക് എതിരെ? അല്ല, അല്ലാതെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കുറച്ചെണ്ണമാണ് ഇനി പറയുന്നത്. മിസ്സലേനിയസ് ടോൾസ്, മറ്റു പല വിധത്തിലുള്ള തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? നോയ്സൻസ് ഉണ്ടാക്കാം, ഇൻകൺവീനിയൻസ് ടു പബ്ലിക്. എന്താണ്? ശല്യങ്ങള് അല്ലെ. ശല്യം ഉണ്ടാക്കുക അല്ലെ, നമുക്ക് തോന്നാറില്ലേ? നമ്മളിപ്പോ നമ്മുടെ അയൽവക്കക്കാര് നമ്മളെ ശല്യപ്പെടുത്തി നമ്മൾ കേസ് കൊടുക്കില്ലേ? ആദ്യമൊക്കെ പോയി പറയും അല്ലെ. പറഞ്ഞിട്ടും രക്ഷയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കേസ് കൊടുക്കില്ലേ? കൊടുക്കും അല്ലെ. അതിനും നമുക്ക് നിയമപരമായിട്ട് പോകാൻ പറ്റും അല്ലെ. അതായത് ശല്യപ്പെടുക അല്ലെങ്കിൽ ശല്യങ്ങളുണ്ട്, പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുക അല്ലെ. അതാണ് അത് ടോട്ടിൽ വരുന്ന കാര്യം. പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശല്യങ്ങൾ. അടുത്തത് മിസ്റെപ്രസെന്റേഷൻ, അതായത് ഡെസിറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രതിനിധാനം, അതായത് ഡെസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വഞ്ചന. മറ്റുള്ളവരെ എന്ത് ചെയ്യുക? പല കാര്യങ്ങൾ പറഞ്ഞ് വഞ്ചിക്കുക, വഞ്ചന നടത്തുക, ചതി അല്ലെങ്കിൽ വഞ്ചന നടത്തുക. അതും ഇതുപോലെ തന്നെ ടോട്ടിൽ വരുന്ന കാര്യമാണ്. അടുത്തത് ഡിഫൈമേഷൻ, സ്ലാൻഡർ, ലയബൽ എന്ന് വെച്ചാൽ ഡിഫൈമേഷൻ എന്താണ്? അപകീർത്തിപ്പെടുത്തുക അല്ലെ. അതെ, മാനഹാനി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക, അതായത് അപവാദം അല്ലെങ്കിൽ മാനക്കേട് വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതില് എന്താണ്? സ്ലാൻഡർ, ലയബൽ എന്ന് പറഞ്ഞാല്, സ്ലാൻഡർ എന്ന് പറഞ്ഞാല് സ്പോക്കൺ, സംസാരത്തിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവരുണ്ടാവും അല്ലെ. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരത്തിലൂടെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്നവരുണ്ടാവും. എന്താണ്? ലയബൽ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? അപ്പോ റിട്ടൺ ആയിട്ട് എഴുതുന്നത്,
നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞതോടുകൂടി പലരും എന്താണ് സംസാരത്തിലൂടെ നേരിട്ട് പറയാതെ എഴുതിയാണ് അല്ലെ, ഓരോരുത്തർക്കെതിരെ എഴുതിയാണ് പല രീതിയിലുള്ള എന്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് എന്താണ് പറയുന്നതാവാം, അല്ലെങ്കിൽ എഴുതുന്നതാവാം, അത്തരം എഴുത്തിലൂടെയുള്ള അപകീർത്തിപ്പെടുത്തലാവാം. അപ്പൊ അങ്ങനെയുള്ള അപകീർത്തിപ്പെടുത്തൽ, അപ്പൊ അവരുടെ അപമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനക്കേടുകൾ വരുത്തുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ മലീഷ്യസ് പെർസിക്യൂഷൻ വെച്ചാൽ എന്താണ്, ഒരു ക്ഷുദ്രകരമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ നമ്മുടെ അപകടകരമായിട്ടുള്ള പീഡനങ്ങൾ, ഇതിലൂടെ പരിക്കുകൾ പറ്റും അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ മറ്റു പലവിധ തോട്ടുകൾ കുറെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അത് കൂടാതെയുള്ള മറ്റു പലവിധ തോട്ടുകൾ അല്ലെങ്കിൽ തെറ്റുകളാണ് നൂയിസൻസ്, മിസ്റെപ്രസന്റേഷൻ അല്ലെങ്കിൽ വഞ്ചന, ഡിഫേമേഷൻ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അപമാനം അല്ലെങ്കിൽ അപവാദങ്ങളോ മാനക്കേടുകളോ ഉണ്ടാക്കുക, മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അതോടുകൂടി നമ്മുടെ ലോ ഓഫ് തോട്ട് കംപ്ലീറ്റ് ആവാണ് കേട്ടോ. വായിച്ചു ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ശരി. അടുത്ത ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതും ചോദിക്കാറുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ CPA ആക്ട് എന്ന് കൂടി അറിയപ്പെടാറുണ്ട്, ഷോർട്ട് ഫോം ആയിട്ട് കേട്ടോ. CPA ആക്ട് എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ, അത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടിട്ടില്ലേ? നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആരാണ് കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ? പേഷ്യന്റ് അല്ലെ. വെരി ഗുഡ്, പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ പേഷ്യൻസിനും ഇതേ രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സർവീസോ കാര്യങ്ങളോ കിട്ടിയില്ല എങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു നിയമം നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടല്ല, മൊത്തത്തിലുള്ള സർവീസുകളും ഗുഡ്സും ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അല്ലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇവിടെ ആദ്യം പറയുന്നത് ദിസ് ആക്ട് came into force 1st September 1987. 1987 സെപ്റ്റംബർ 1-നാണ് ഈ നിയമം എന്ത് ചെയ്യുന്നത്? came into force, എന്താ പ്രാബല്യത്തിൽ വരുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാണ്ടോ, ചോദിക്കാറുണ്ട്. നിലവിൽ വന്നത്, അതെ ചോദിക്കാറുണ്ട് കേട്ടോ. 1st September 1987 അത് അണ്ടർലൈൻ ചെയ്യുന്നത്. ചോദിക്കാറുള്ള വർഷം ചോദിക്കാറുണ്ട്, ഡേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഇനി ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അടുത്തത് പറയുന്നത് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങും, ഇപ്പൊ ജസ്റ്റ് ഒരു ടിവിയോ ഫ്രിഡ്ജോ എന്തെങ്കിലും വാങ്ങും. അത് നമ്മളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവര് പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം തന്നെ നമ്മൾ ഉപയോഗിച്ചപ്പോഴേക്കും അത് തകരാറിലായി കഴിഞ്ഞാൽ അത് നമ്മൾ ഉടനെ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ നമ്മളൊരു ടി വി വാങ്ങി അവര് പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഇത് കംപ്ലൈന്റ്. അപ്പൊ അവര് നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ തന്നിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ആ ഷോപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യും അല്ലെ. ഷോപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരോട് ഇത് റിട്ടേൺ ചെയ്യാനും നമുക്ക് ഒന്നില്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ പകരം നമുക്ക് അതേപോലെയുള്ള പുതിയൊരെണ്ണം തരാനായിട്ട് ആവശ്യപ്പെടും അല്ലെ. അപ്പൊ അവരത് ആ ഒരു കസ്റ്റമർ കെയറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോ അവരതിന് കൂട്ടാക്കുന്നില്ല എന്ന് വിചാരിക്കും. അവര് നമുക്ക് ആ പണവും തരത്തില്ല, നമുക്ക് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിലുള്ള കാര്യങ്ങളൊന്നും അവര് പാലിക്കുന്നില്ല എന്ന് വിചാരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും എവിടെ പോയി കേസ് കൊടുക്കും? എവിടെയാ കേസ് ഫയൽ ചെയ്യുന്നത്? കൺസ്യൂമർ കോർട്ടില് അല്ലെ. കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യും. സാധാരണ നമുക്കറിയാം, ഒരു കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വർഷം എടുത്താണ് അതിന് ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ഒരു വിധി വരുന്നതും. ശരിയല്ലേ? കുറെ വർഷം എടുക്കില്ലേ? പക്ഷെ ഈ ഒരു നിയമത്തിന്റെ കീഴിൽ നമ്മളൊരു കൺസ്യൂമർ കോർട്ടിൽ പരാതികൾ കൊടുത്താൽ
അവിടെ അതുപോലെ നമുക്കറിയാം എന്തൊരു കേസ് കൊടുത്താലും അതിന്റെ കേസ് ഹിയറിംഗ് അല്ലെങ്കിൽ അവരുടെ അഡ്വക്കേറ്റ് വെക്കണം, അവരുമായി ബന്ധപ്പെട്ട ചാർജുകൾ ഉണ്ടാവും. ഇത്ര വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഒരുപാട് പണം ചെലവാകും അല്ലെ. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന്റെ കൂടുതൽ പണം ചെലവ് നമുക്ക് ആ ഒരു കേസ് നടത്താൻ ചെലവായിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന് കീഴിൽ നമ്മളൊരു കൺസ്യൂമർ കോർട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വളരെ മിനിമൽ കോസ്റ്റ് മാത്രം മതിയാവും. ആ ഒരു കേസ് നടത്താനായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ കേസ് നടത്താം. അതുപോലെ തന്നെ 3 മുതൽ 4 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു നിയമത്തിന്റെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. മിനിമൽ കോസ്റ്റ് ഈസ്, ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്, വളരെ മിനിമൽ ആയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് മാത്രമായിരിക്കും ഉൾപ്പെടുക. അതോടൊപ്പം തന്നെ ആ ഒരു കാര്യത്തിനായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് 3 മുതൽ 4 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി ലഭിക്കുകയും ചെയ്യും. ക്ലിയറാണോ? അടുത്തത് provide redressal for defective goods, deficient service, unfair trade practices. ഇവിടെ പ്രധാനമായിട്ടും ഈ നിയമം എന്തിനു വേണ്ടിയിട്ടാ? നമ്മളൊരു ഗുഡ്സ് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഡിഫക്റ്റീവ് ആണെങ്കിൽ അല്ലെ, അത് തകരാറിലുള്ള സാധനങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിഡ്രസ് എന്ന് പറഞ്ഞ പരിഹാരം, അതിനനുസരിച്ച് ഒരു പരിഹാരം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസുകൾ, നമുക്ക് സർവീസ് നല്ല രീതിയിൽ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അതിനെതിരെയും നമുക്ക് പരാതി കൊടുക്കാം, ഒരു തീരുമാനം ലഭിക്കും അല്ലെ, പരിഹാരം ലഭിക്കും. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അന്യായമായിട്ടുള്ള വ്യവഹാര സംരംഭങ്ങൾ, അതായത് ഇപ്പോ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ തെറ്റായ അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുകയും അതിലൂടെ ആളുകളെ ആകർഷിക്കുകയും അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ, മോശമായ പ്രൊഡക്റ്റുകൾ കൊടുക്കുകയും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും അവർ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പാലിക്കാതെ വരികയും ചെയ്യുക, അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള റിഡ്രസൽ എന്ന് പറഞ്ഞ പരിഹാരമാണ് കേട്ടോ. റിഡ്രസൽ പ്രൊസീജിയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ HRM എടുത്തോ ചാപ്റ്റർ റിഡ്രസൽ പ്രൊസീജിയർ, അത് പഠിച്ചോ? HRM എടുത്തോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ആയി. അതിൽ ഈ ഒരു ടേം വരുന്നുണ്ട് കേട്ടോ. ഗ്രീവിയൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരാതി പരിഹാരം അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ അത്തരത്തിലുള്ള രീതികൾ, അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പരിഹാരം ഈ ഒരു നിയമത്തിന് കീഴിൽ കാണാവുന്നതാണ്. ഇനി ഈ ഒരു നിയമത്തിൽ പറയുന്ന 2-3 ടേംസ് ആണ് കേട്ടോ ഇനി താഴെ പറയുന്നത്. അതില് ഫസ്റ്റ് വൺ ആണ് കൺസ്യൂമർ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാ? ഉപഭോക്താക്കൾ അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു നിയമത്തില് ഉപഭോക്താക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ അല്ലെ. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സർവീസ് ആയിരിക്കാം നമ്മൾ ലഭ്യമാക്കുക അല്ലെ, അല്ല ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഗുഡ്സ് ആയിരിക്കും, ശരിയല്ലേ? സാധനങ്ങളായിരിക്കും നമ്മൾ വാങ്ങുന്നത് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ സാധനങ്ങളല്ലല്ലോ, സർവീസ് എന്ന കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും കാരണങ്ങളാൽ നമ്മളൊരു സർവീസോ ഗുഡ്സോ എടുക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്ന വ്യക്തിയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ അവർക്ക് സർവീസ് എടുക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ഷോപ്പിൽ നിന്നാണെങ്കിൽ അവർ ഗുഡ്സ് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവർ ഗുഡ്സ് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളായിരിക്കും അല്ലെ. അത്തരത്തില് എന്തെങ്കിലും കാരണങ്ങളാൽ ഇപ്പൊ നമുക്ക് പല റീസൺ കൊണ്ടാണ് നമ്മൾ പല സർവീസുകളാണെങ്കിലും പല ഗുഡ്സ് ആണെങ്കിലും വാങ്ങുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസിഡറേഷനില് അവരെന്തെങ്കിലും സർവീസുകളോ ഗുഡ്സോ വാങ്ങുന്ന അല്ലെങ്കിൽ എടുക്കുന്ന വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? സ്വീകരിക്കുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അടുത്തത് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ ഡെഫിഷ്യൻസി എന്തായിരിക്കും? A fault, imperfection, shortcoming or inadequacy in the quality, nature and manner of performance of a contract or otherwise in relation to the service. എന്താ ഇപ്പൊ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ അതെ കുറവ് വരും, അതായത് അവിടുത്തെ ദൗർലഭ്യമാവാം, എന്താണ് ഫോൾട്ട് അല്ലെ, തകരാർ. അപ്പൊ അതൊരു സർവീസുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടാവാം അല്ലെ, ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടാവാം. അത്തരം സർവീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടോ അതിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിന്റെ ക്വാളിറ്റിയിലോ അതിന്റെ സ്വഭാവത്തിലോ നേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതികളിലോ എന്ത് വരുന്നു? തകരാറുകളോ
കുറവുകളോ പോരായ്മകളോ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപകരണം വാങ്ങും. ആ ഉപകരണം നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോ അവര് പറഞ്ഞിരിക്കുന്ന ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി അതിനില്ലാവില്ല. അല്ലെങ്കിൽ ചിലപ്പോ അത് അതേ രീതിയിലുള്ള നേച്ചർ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ടാവില്ല. അല്ലെ? അപ്പൊ അത്തരത്തിൽ വരുമ്പോ അതിന് നമുക്ക് ഡെഫിഷ്യൻസി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെ? തകരാറുകൾ വന്നു, അല്ലെങ്കിൽ അതിനൊരു പോരായ്മ, അല്ലെങ്കിൽ ഒരു അപൂർണത, അല്ലെ? ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു തകരാറ് വന്നു എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ അത്തരത്തില് ഒരു സർവീസുമായി ബന്ധപ്പെട്ടാവാം. അല്ലാതെ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നൊരു സർവീസ് എടുത്തു, നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്താണ് അത് അവിടുത്തെ ഒരു ഡെഫിഷ്യൻസിയാണ്. അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള സർവീസ് തന്നില്ലെങ്കിൽ അതൊരു ഡെഫിഷ്യൻസിയാണ്. അല്ലെ? നല്ല രീതിയിൽ അവിടുത്തെ എക്യുപ്മെന്റുകൾ നമ്മളൊരു സർവീസ് നമ്മൾ പണം കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോ ആ ഒരു സർവീസിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ല, നല്ല ഉപകരണങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അത് അവിടുത്തെ ഒരു തകരാറല്ലേ, അല്ലെങ്കിൽ ഒരു പിഴവല്ലേ? അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാം. അപ്പൊ ഡെഫിഷ്യൻസി എന്താന്ന് മനസ്സിലായോ? ഇനി അടുത്തതാണ് സർവീസ്. സർവീസ് എന്തായിരിക്കും? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസസ്. അപ്പൊ സർവീസ് എന്ന് പറയുന്നത് എല്ലാ സർവീസുകളും ഉൾപ്പെടുന്നുണ്ട്. അതിപ്പോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളാവാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഗുഡ്സാണ് വാങ്ങുന്നതെങ്കിൽ അവർ ഫ്രീ ആയിട്ടല്ലാതെയുള്ള പല സർവീസുകളും തരാറുണ്ട്. അല്ലെ? ഇപ്പൊ ഗ്യാരണ്ടി ഒന്നും ഇപ്പൊ മിക്ക സ്ഥാപനത്തിനും ഇല്ല. അല്ലെ? വാറണ്ടിയാണ് തരാറ്. ശരിയല്ലേ? ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും വാറണ്ടി അല്ലേ തരാറ്. വാറണ്ടി ആണെങ്കിലും നമ്മള് ആ ഒരു നമ്പറിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് വന്ന് നമ്മൾ പൈസ കൊടുക്കണ്ടേ? ജസ്റ്റ് ചിലപ്പോ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവരുടെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കില്ലേ? പൈസ വാങ്ങോ? അപ്പൊ അതൊരിക്കലും ഫ്രീ സർവീസ് അല്ല. അല്ലെ? അതേസമയം ഫ്രീ സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടല്ലോ. ഫ്രീ സർവീസ് കൊടുക്കുന്ന ചില എന്താണ് വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര ഫ്രീ സർവീസുകൾ ഉണ്ടെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അതുപോലെ ഫ്രീ സർവീസുകളാണ് കൊടുക്കുന്നത്. അല്ലെ? ഫ്രീ സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നതാണ് എങ്കിൽ അവിടെ നമുക്ക് പരാതിപ്പെടാൻ പറ്റുമോ? ഫ്രീ സർവീസ് ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പരാതിപ്പെടാനുള്ള ഒരു വോയിസ് ഉണ്ടോ? നമ്മൾ പണമൊന്നും ചെലവാക്കുന്നില്ല, അവര് നമുക്ക് ഫ്രീ സർവീസ് എന്ത് തന്നാലും നമ്മളത് സ്വീകരിക്കാന്നുള്ളതാണ്. അല്ലെ? അതില്ല ഇതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ പണം കൊടുത്ത് നമ്മൾ സർവീസുകൾ എടുക്കുമ്പോ അത് നല്ല രീതിയിലല്ലെങ്കിലോ നമുക്ക് കേസ് കൊടുത്തൂടെ? കാരണം നമ്മൾ അവിടെ പണം ചെലവാക്കിയിട്ടുണ്ട്, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സർവീസുകളും കിട്ടുന്നില്ല, സേവനങ്ങളും കിട്ടുന്നില്ല എങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യും. അല്ലെ? അപ്പൊ സർവീസ് എന്ന് പറയുന്ന സർവീസ് സേവനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരണങ്ങളും ഈ ടേമിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തൊഴിവാക്കിയിട്ടുണ്ട്? എക്സ്ക്ലൂസീവ് ഫ്രീ സർവീസസ്. ഫ്രീ അല്ലെങ്കിൽ സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഫ്രീ സർവീസുകളാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പൊ അത് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സർവീസ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് ഇതിൽ തന്നെ അടുത്തൊരു ടേം ആണ് ടൈം ലിമിറ്റേഷൻ. ഇതിൽ ആ ഒരു ടൈം ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ഈ ഒരു നിയമം വഴി നമുക്ക് എന്താണ് ക്ലെയിം കിട്ടണമെങ്കിൽ നമുക്കൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്തതാണ് എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 3 years. അതായത് ഈ CPA എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിന് ഷോർട്ട് ചെയ്ത് പറയുന്നതാണ്. CPA എന്ന് ചോദിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ CPA ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടാലും അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതുകൊണ്ട് മിസ് ആദ്യം തന്നെ പറഞ്ഞത് CPA എന്ന് അതിനെ ഷോർട്ട് ആക്കി പറയാറുണ്ട് കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും പറയരുത്. അയ്യോ ഞങ്ങൾ ഈ ഒരു നിയമം പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പൊ ഇതിലെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ. അപ്പൊ നമുക്ക് അവിടെയുള്ള ഒരു നഷ്ടപരിഹാരത്തിനുള്ള ആ ഒരു ക്ലെയിം കിട്ടുന്നതിന് വേണ്ടി 3 വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾ ഈ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തത്. അപ്പൊ ആ ഒരു വർഷം ചോദിക്കാറുണ്ട്. എത്ര വർഷത്തിനുള്ളിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്? ആ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ 3 വർഷം കേട്ടോ. അത് മറന്നു പോവരുതേ. 3 വർഷത്തിനുള്ളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്ലെയിം കിട്ടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കേസ് ഫയൽ ചെയ്യണം. ഇനി അടുത്തത് പറയുന്നത് ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കേസ് നമ്മളൊക്കെ ഒരു കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 3 സെക്ഷനുകളായിട്ടാണ് കേസ് പരിഹരിക്കുക. അതിൽ ഡിസ്ട്രിക്ട് 4 ഉണ്ട്,
സ്റ്റേറ്റ് ഫോറം ഉണ്ട്, നാഷണൽ ഫോറം ഉണ്ട്. ഇവ കൈകാര്യം ചെയ്യുന്ന കേസുകളിലും വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ആ ഒരു പരിധി വെച്ചിട്ടാണ് കേട്ടോ ഈ കേസ് ഏത് ഫോറമാണ് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളും നടത്തുന്ന ആളുകളാകുമ്പോൾ അവർക്ക് വലിയൊരു തുകയായിരിക്കും നഷ്ടപരിഹാരമായിട്ട് കിട്ടേണ്ടത്, അല്ലെ? അതേസമയം നമ്മളൊരു ടിവിയോ ഫ്രിഡ്ജോ വാങ്ങി, ഒരു ടി വി വാങ്ങി വിചാരിച്ചു, ഒരു 25,000 രൂപയുടെ ഒരു ടി വി ആണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ക്ലെയിമും അതിനനുസരിച്ചുള്ള ഒരു റേഞ്ചിലുള്ള ക്ലെയിം അല്ലേ കിട്ടുക, അല്ലെ? നമ്മൾ വാങ്ങിയ ആ തുക മുഴുവൻ ചിലപ്പോൾ കിട്ടും. അത് കൂടാതെ നമ്മൾ ഈ കേസ് നടത്താൻ ചിലവായ എത്ര നാൾ ആ കേസിന്റെ വിധി വരാനെടുക്കും അത്രയും സമയത്തെ കാര്യങ്ങളും കൂടി കാൽക്കുലേറ്റ് ചെയ്തുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടാം, അല്ലെ? മാക്സിമം ഒരു 50,000 രൂപയുടെ താഴെയായിരിക്കും, അല്ലെ? അതല്ലേ നമ്മുടെ ആ ഒരു കേസിന്റെ റേഞ്ച് അതല്ലേ? അപ്പൊ അത്തരത്തില് റേഞ്ച് അനുസരിച്ചാണ് ഈ കേസ് ഡിസ്ട്രിക്ട് ഫോറം കൈകാര്യം ചെയ്യണോ, സ്റ്റേറ്റ് ഫോറം കൈകാര്യം ചെയ്യണോ, നാഷണൽ ഫോറം കൈകാര്യം ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതില് ഡിസ്ട്രിക്ട് ഫോറം ആണെങ്കിൽ അപ് ടു 5 lakhs 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണെങ്കിൽ, മനസ്സിലാവുന്നോ? ആ ഒരു റേഞ്ച് ആണ് കേട്ടോ, ആ ഒരു പരിധിയാണ് പറയുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള കേസുകളാണെങ്കിൽ അത് ആരായിരിക്കും കൈകാര്യം ചെയ്യുക? ഡിസ്ട്രിക്ട് ഫോറം ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഇനി അടുത്ത ലെവലിലേക്ക് സ്റ്റേറ്റ് ഫോറം ആവുമ്പോ ഇപ്പൊ എത്ര മുതൽ എത്ര വരെ ആയിരിക്കും? 5 ലക്ഷത്തിന് മുകളിൽ. അതായത് അവിടെയും ഒരു പരിധി ഉണ്ട് കേട്ടോ. 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെ കേട്ടോ. 5 ലക്ഷത്തിന് മുകളിലേക്കാണ്. 5 ലക്ഷം മുതൽ 30 ലക്ഷം വരെയാണ് സ്റ്റേറ്റ് ഫോറം കൈകാര്യം ചെയ്യുക. ഇനി നാഷണൽ ഫോറം അപ്പൊ എത്രയായിരിക്കും? നാഷണൽ ഫോറം അപ്പൊ എത്രയായിരിക്കും? 30 lakhsന്റെ മുകളിൽ, അല്ലെ? ഗ്രേറ്റർ ദാൻ 30 lakhs, അല്ലെ? 30 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ അത് നാഷണൽ ഫോറം ആയിരിക്കും ആ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അല്ലാതെ ആ ഒരു തുക എന്ന് പറയുന്നത് ആ ഒരു കേസുകളുടെ എണ്ണമല്ല കേട്ടോ പറയുന്നത്. ഇപ്പൊ 5 ലക്ഷം കേസുകൾ ഇവര് കഴിഞ്ഞ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാല്യൂ ആണ്, ആ ഒരു കേസിന്റെ വാല്യൂ എത്രയുണ്ട്, അതിന്റെ ആ ഒരു പരിധി എത്രയാണ്, അതിനനുസരിച്ചാണ് 5 ലക്ഷം രൂപ വരെ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കേസുകളായിരിക്കും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ ഡിസ്ട്രിക്ട് ഫോറം കൈകാര്യം ചെയ്യും. അതിനും കുറച്ചും കൂടി ഉയർന്ന ലെവലിലുള്ള ഒരു 5 ലക്ഷത്തിന് മുകളില് ഒരു 30 ലക്ഷം വരെയുള്ള റേഞ്ചിലുള്ള കേസുകളാണെങ്കിൽ അത് സ്റ്റേറ്റ് ഫോറം ആയിരിക്കും കൈകാര്യം ചെയ്യുക. നാഷണൽ ഫോറം ആണെങ്കിൽ 30 lakhsന് മുകളില്, ഗ്രേറ്റർ ദാൻ 30 lakhs ആണ്, 30 ലക്ഷത്തിന് മുകളിലേക്കുള്ള കേസുകൾ വലിയ വലിയ കേസുകളായിരിക്കും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ നാഷണൽ ഫോറം ആയിരിക്കും കൈകാര്യം ചെയ്യുക. അപ്പൊ ആ ഒരു എന്താണ് CP ആക്ട് എന്ന് വേഗം വായിച്ചു നോക്കിയേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, വായിച്ചു കംപ്ലീറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് വൺ ആണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആക്ട്. എന്താണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുമ്പോ? എന്തായിരിക്കും? പേഷ്യൻസിന് കുറെ അധികം അവകാശങ്ങളുണ്ട്, അല്ലെ? കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് ലഭ്യമാകേണ്ട കുറെ അവകാശങ്ങളുണ്ട്, അല്ലെ? റൈറ്റ്സ്. അപ്പൊ അതാണ് ഈ പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആക്ടിൽ പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് റെസ്പെക്ട്ഫുൾ കെയർ. എന്താ? ഒരു ആദരവോടെയുള്ള പരിചരണം കിട്ടുക എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ അവകാശം അല്ലേ? അല്ലേ?
ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെസ്പെക്റ്റോട് കൂടിയുള്ള അല്ലെങ്കിൽ ഒരു ആദരവോട് കൂടിയുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു കെയർ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യന്റിന് കിട്ടേണ്ട റൈറ്റ് ആണ്, അല്ലെ, അവകാശമാണ്. രണ്ടാമത്തത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. എന്താ കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. ഒരു രോഗനിർണയവുമായി ബന്ധപ്പെട്ടോ ചികിത്സയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് അല്ലെങ്കിൽ എന്താണ് ഇൽനെസിന്റെ പ്രഡിക്ഷൻ, അല്ലെ, അതിന്റെ ആ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മുൻകൂട്ടി തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയുന്നതുമായി ബന്ധപ്പെട്ടോ അതിനടുത്തുള്ള എന്ത് കാര്യത്തെ കുറിച്ചുമുള്ള ഒരു പൂർണ്ണമായ ഇൻഫർമേഷൻസ് അവർക്ക് ലഭ്യമാക്കുക. ആർക്ക് ലഭ്യമാക്കുക? പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ തൊട്ട ഏറ്റവും അടുത്ത റിലേറ്റീവ്സ്, അല്ലെ. പേഷ്യൻസിന് വയ്യാതെ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ തൊട്ട റിലേറ്റീവ്സ് ആണല്ലോ പിന്നെ അവരുടെ കാര്യങ്ങൾ അവരുടെ റെപ്രസെന്റേറ്റീവ് ആണെന്നുകൊണ്ട് ചെയ്യാം. അപ്പൊ അവർക്കും ലഭ്യമാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അവർക്കുള്ള അവകാശമല്ലേ, അല്ലെ. അപ്പൊ രണ്ടാമത്തെ റൈറ്റ്സ് ആണത്. മൂന്നാമത്തത് പറയുന്നത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്ടർ ബിഫോർ ഹി ഗിവ്സ് കൺസേൺ. എന്താ? പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്തിനുള്ള ഇൻഫർമേഷൻ ഉള്ള അവകാശം ഉണ്ടെന്നാ പറഞ്ഞേ? ബിഫോർ ഹി ഗിവ്സ് കൺസേൺ. ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഇന്നൊരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റ് സമ്മതം കൊടുക്കുമ്പോൾ ആ ഒരു കൺസേൺ സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ആ ഡോക്ടറിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ്, അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയുള്ള പ്രൊസീജിയർ ആണ്, ഇത് എന്തിനു ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള പൂർണ്ണമായ ഇൻഫർമേഷൻസ് അറിഞ്ഞിട്ട് സമ്മതം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അറിയാനും അതിനനുസരിച്ചൊരു സമ്മതം കൊടുക്കാനും ആർക്ക് അവകാശം ഉണ്ടായിരിക്കും? പേഷ്യന്റിന് അവകാശം ഉണ്ടായിരിക്കും. അടുത്തത് റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. എന്താ? റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ ചില ട്രീറ്റ്മെന്റുകള് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ, ഈ നിയമം അനുവദിക്കുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള പല ചികിത്സകളും നിരസിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഇത് വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് നിരസിക്കാനുള്ള ഒരു അവകാശം ഒന്നും ഇതിൽ കൊടുക്കത്തില്ല കേട്ടോ. ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു അത് ചെയ്താൽ മാത്രമേ ആൾക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റുള്ളെങ്കിൽ അപ്പൊ നമുക്ക് നിരസിക്കാൻ പറ്റില്ല. അല്ലാത്ത രീതിയിൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്തതാണെങ്കിൽ ഇപ്പൊ നമ്മളോട് ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഇന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് സർജറി ചെയ്യാന്ന് പറയുമ്പോൾ പലവരും ചില ആളുകൾ ഇപ്പോ ഞങ്ങളുടെ കയ്യിൽ പണമില്ല അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു ഒപ്പീനിയൻ കൂടി ചോദിച്ചിട്ട് ചെയ്യണു എന്ന് പറയാറില്ല. അത്തരത്തില് നമ്മുടെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പല ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പല ട്രീറ്റ്മെന്റുകളോടും അവരെ നിരസിക്കാൻ, ആ ചികിത്സ നിരസിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ടായിരിക്കും? ഈ ഒരു പേഷ്യന്റിന് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അറിയാനുമുള്ള ഒരു അവകാശം ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ കോൺസിക്വൻസസ്. ഇപ്പൊ ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോഴും അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും, അല്ലെ? അതെ, മെഡിക്കൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിലെന്തെങ്കിലും അപകടങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയാനുള്ള ഒരു അവകാശം പേഷ്യൻസിനുണ്ട്. അതുപോലെ റൈറ്റ് ടു പ്രൈവസി and all communication and records must be treated as confidential. എന്താ? പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യതയ്ക്കുള്ള ഒരു അവകാശമുണ്ട്, അല്ലെ. സ്വകാര്യതയെ ബഹുമാനിക്കുക അല്ലെങ്കിൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം. അതുപോലെ തന്നെ ഓൾ കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻസും അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവരുടെ എല്ലാ റെക്കോർഡുകളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാം, സൂക്ഷിക്കാനുള്ള ഒരു അവകാശം കൂടി ഇവർക്കുണ്ടായിരിക്കും. അതുപോലെ ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. ആ കേസിന്റെ അർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ആ ഒരു വരുന്ന പേഷ്യൻസിനെ കൃത്യമായിട്ട് ഇവാലുവേഷൻ, വിലയിരുത്തൽ നടത്താനും നല്ല സർവീസുകൾ കൊടുക്കാനും ആവശ്യമാണെങ്കിൽ റെഫറൽ നടത്താനുമുള്ള ഒരു അവകാശം ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു പേഷ്യന്റിന് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീങ് റെഫർഡ് ടു. ഇപ്പൊ ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ആ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ തമ്മിൽ ഒരു നല്ല റിലേഷൻ വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ പോലെ തന്നെയുള്ള ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുള്ളൂ, അല്ലെ? അല്ലാതെ നമ്മളപ്പോ എപ്പോഴും നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണെങ്കിലും
ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നല്ലതായിരിക്കണം. അങ്ങനെ നല്ല റിലേഷൻഷിപ്പിലുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇവിടെ കിട്ടിയ അതേ കെയറും ട്രീറ്റ്മെന്റും നമുക്ക് അവിടെ കിട്ടാനും അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് റൈറ്റ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഗവേഷണങ്ങൾ നടത്താറുണ്ട് അല്ലെ, ഹോസ്പിറ്റലുകൾ പല പല ഏരിയാസുമായി ബന്ധപ്പെട്ടും ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. സോ അത്തരത്തിലുള്ള റിസർച്ചുകളിൽ ഭാഗമാകാനായിട്ട് താല്പര്യമില്ല എങ്കിൽ അത് നിരസിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. Then right to know the appointment or availability of doctor and continuity of health care demands after discharge. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഡോക്ടറിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷം അവരുടെ ആരോഗ്യ പരിചരണത്തിന്റെ ആവശ്യകത അനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബിൽ. അതുപോലെ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ സ്വീകരിക്കാനുമുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. Then right to hospital rules. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയാനുമുള്ള ഒരു അവകാശം ഒരു പേഷ്യന്റിന് ഉണ്ടായിരിക്കും. അപ്പൊ പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു റെസ്പെക്ട്ഫുൾ കെയർ അല്ലെ, ഒരു ആദരവോടെയുള്ള ഒരു പരിചരണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട്, രോഗം മുൻകൂട്ടി പ്രവചിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള എല്ലാ പൂർണ്ണമായ ഇൻഫർമേഷൻസും അറിയാനുള്ള അവകാശം പേഷ്യന്റിന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടറിൽ നിന്ന് ഒരു കൺസേൺ ഡോക്ടർക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് അത് എന്ത് പ്രൊസീജിയർ ആണ്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും പൂർണ്ണമായ ഇൻഫർമേഷൻസ് അറിയാനും അതിനനുസരിച്ച് സമ്മതം കൊടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. അതുപോലെ പല ട്രീറ്റ്മെന്റുകളും ഈ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചികിത്സ നിരസിക്കാനുള്ള അവകാശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും അല്ലെ. അടുത്തത് മെഡിക്കൽ കോൺസിക്വൻസസ് അല്ലെങ്കിൽ മെഡിക്കൽ പരമായ മറ്റ് അനന്തര ഫലങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് സ്വകാര്യതയിലേക്കുള്ള ഒരു അവകാശം. അതുപോലെ അവിടെ നമ്മൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവരുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും വളരെ രഹസ്യമായി സൂക്ഷിക്കാനായിട്ടുള്ള ഒരു അവകാശം അവർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ. അപ്പൊ ഒരു പെട്ടെന്ന് ആ ഒരു വരുന്ന കേസുകളുടെ അർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് കൃത്യമായിട്ട് ആ ഒരു പേഷ്യന്റിനെ ഇവാലുവേഷൻ നടത്താനും അവർക്ക് ആവശ്യമായ സർവീസുകൾ കൊടുക്കാനും ആവശ്യമാണെങ്കിൽ റെഫറൽ സംവിധാനങ്ങൾ പ്രയോഗിക്കാനും ഒക്കെയുള്ള ഒരു അവകാശം ഈ ഒരു പേഷ്യന്റിന് ഉണ്ടായിരിക്കും. അതുപോലെ ഹോസ്പിറ്റൽസിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ റെഫർ ചെയ്ത് വിടുമ്പോൾ അത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ തമ്മിലാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടാനായിട്ട് സഹായിക്കും. സോ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് റഫറൽ സംവിധാനങ്ങൾ കിട്ടുക എന്ന് പറയുന്നതും ഇവരുടെ ഒരു റൈറ്റ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. റിസർച്ചുകളിൽ ഭാഗമായി ഗവേഷണങ്ങളിൽ ഭാഗമാവാതിരിക്കുന്നതിന് താല്പര്യമില്ലെങ്കിൽ അത് നിരസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതുപോലെ അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് അറിയാനും ഡോക്ടറുടെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും അതുപോലെ അതിനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ചാർജിന് ശേഷം അവരുടെ ആ ഒരു വൈദ്യപരിചരണത്തിന്റെ തുടർച്ചയുമായി ബന്ധപ്പെട്ട ആവശ്യകതകളെ കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതുപോലെ ബില്ല് വന്നാൽ അത് കൃത്യമായി പരിശോധിക്കാനും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ സ്വീകരിക്കാനുമുള്ള അവകാശം ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അറിയാനുമുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്.
വായിച്ചു. ഓക്കെ അല്ലേ? ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും സെക്ഷൻസ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മിസലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വിവിധ നിയമങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് നമുക്ക് കുറച്ച് നിയമങ്ങള്, അതല്ലാതെയുള്ള കുറച്ച് വിവിധ നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളാണ്. അതില് ഫസ്റ്റ് രണ്ടെണ്ണമാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകളും. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, 1860. അതിന്റെ വർഷം ചോദിക്കാറുണ്ട്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഇത് control the working and management of institutions established or owned by charitable trust. അപ്പൊ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, അതായത് ഇപ്പൊ ചാരിറ്റബിൾ ആയിട്ടുള്ള ട്രസ്റ്റുകളിലെ all hospital in the voluntary sector or non-government organization, that is NGOs, in the medical care field should be registered under this act. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുന്നത്, ഇപ്പൊ മതപരമായിട്ടുള്ളതാവാം അല്ലാത്തതുമായിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകള് അവരെ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥാവകാശത്തിലോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിന്റെ പ്രവർത്തനവും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് വോളണ്ടറി സെക്ടറിൽ പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങള് മുതലായ, അതായത് മേഖലയിലുള്ള മെഡിക്കൽ കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെല്ലാം ഈ ഒരു ആക്ടിന് കീഴിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. All hospital in the voluntary sector or non-government organization in the medical care field should be registered under this act. Societies Registration Act 1860 എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ഇത്തരം സ്ഥാപനങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള അവരെ ചാരിറ്റബിൾ ആയിട്ടുള്ള ട്രസ്റ്റുകള് സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥാവകാശത്തിലോ ഉള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും മാനേജ്മെന്റിനെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതുകൂടാതെ ഇത്തരത്തില് മെഡിക്കൽ കെയർ മേഖലകളില് പുതുതായിട്ട് വന്ന വോളണ്ടറി സെക്ടറിലുള്ള ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തു ഇരിക്കണം. ഒന്ന് വായിച്ചു നോക്കിയേ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അതിന്റെ ആ ഒരു വർഷം ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി? ശരി. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് നമുക്ക് നെക്സ്റ്റ് ദിവസം എടുക്കാം കേട്ടോ. ഇവിടെ വരെ മിസ് ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ ഇത്രയും ഭാഗങ്ങളൊന്ന് വായിച്ചു വെക്കണേ, എന്നാൽ മാത്രമേ എല്ലാം മറന്നു പോകേണ്ടത് നിങ്ങളാ. അപ്പൊ ഇവിടെ വരെയും സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് വരെയും വായിക്കാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.